സാധാരണ നമുക്കിടയിലൊരു വിശ്വാസമുണ്ട്. പ്രമേഹം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും മാറില്ല. ലൈഫ് ലോങ് നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും. എന്നാൽ 2016 WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സബ്മിറ്റ് പ്രകാരം പ്രമേഹത്തെ പൂർണ്ണമായി മാറ്റാൻ കഴിയും. എങ്ങനെയെന്ന് വെച്ചാൽ വിത്ത് വെയ്റ്റ് റിഡക്ഷൻ, കലോറി റെസ്ട്രിക്ഷൻ, കറക്റ്റ് മെഡിക്കേഷൻ. ഇതുവഴി നമുക്ക് പൂർണ്ണമായിട്ടും പ്രമേഹത്തെ മാറ്റിയെടുക്കാം. എന്നാൽ കുറേ കാലമായി നിൽക്കുന്നതും പാരമ്പര്യമായി വരുന്ന പ്രമേഹത്തെ നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് പോവാതെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, ഡയബറ്റിക് ആർത്രോപ്പതി ഇങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിൽ എത്തിക്കാതെ നിയന്ത്രിക്കാൻ കഴിയും. ഇനി നമുക്ക് എന്താണ് പ്രമേഹം, ഇതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു, എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഇതെങ്ങനെ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, ഇതിനെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നൊക്കെ നോക്കാം. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ കാണുന്നത് ഇന്ത്യയിലാണ്. കേരളത്തെ അറിയപ്പെടുന്നത് തന്നെ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രമേഹ രോഗികൾ കേരളത്തിൽ തന്നെ വരുന്നു? നമ്മൾ തെറ്റായ ജീവിതശൈലിയാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാരണം. നമ്മുടെ ശരീരത്തിലെത്തുന്ന ഭക്ഷണം, ഇഡ്ഡലി, ദോശ, ചോറ് എല്ലാം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണ്. നമ്മുടെ ശരീരത്തിലെത്തുന്ന ഈ കാർബോഹൈഡ്രേറ്റ് വിഘടിച്ച് ഗ്ലൂക്കോസായി മാറുന്നു. ഈ ഗ്ലൂക്കോസിനെ നമുക്ക് എല്ലാ സെൽസിലും എത്തിക്കണം. എന്നാൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ. ഇത് നമ്മൾ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടറാണ് ഇൻസുലിൻ. ഇൻസുലിൻ എന്ന ഹോർമോൺ വരുന്നത് നമ്മളെ വയറിൻ്റെ നടുഭാഗത്ത് കാണുന്ന പാൻക്രിയാസ് എന്ന ഓർഗനിൽ നിന്നാണ്. അതിലെ ബീറ്റ സെൽസിൽ നിന്നാണ് ഇൻസുലിൻ വരുന്നത്. നമ്മുടെ വയറിൻ്റെ നടുഭാഗത്ത് കാണുന്ന പാൻക്രിയാസിൽ നിന്നാണ് ഇൻസുലിൻ വരുന്നത്. ഈ ഇൻസുലിനാണ് നമ്മുടെ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ എത്തിക്കുന്നത്. ഇൻസുലിൻ എത്തിക്കുന്ന ഗ്ലൂക്കോസിനെ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഉണ്ടാവും ഓരോ കോശങ്ങളിലും. അത് ആക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് നമുക്ക് വേണ്ട ഗ്ലൂക്കോസ് നമ്മുടെ കോശത്തിലെത്തുന്നത്. ഇവിടെ കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഈ ഒരു പ്രവർത്തനം ബുദ്ധിമുട്ടാവുകയും നമുക്ക് പ്രമേഹത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കൊണ്ട് നമുക്ക് അമിതമായ വിശപ്പ് അനുഭവപ്പെടും, അമിതമായ ദാഹം. നമ്മൾ കഴുത്തുകളിലൊക്കെ പുറകുവശത്ത് കറുപ്പ് നിറങ്ങളിൽ വരിക, നമ്മൾ കൈമടക്കുകളിൽ, കാൽമുട്ടിൻ്റെ മടക്കുകളിലൊക്കെ കറുപ്പ് നിറം വരിക, നമുക്ക് ഭയങ്കര ക്ഷീണം, ഇതൊക്കെ പ്രമേഹത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ പെടുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് പ്രമേഹത്തിനെ കുറിച്ചിട്ടാണ്. ഈ അടുത്ത കാലത്തായി നമുക്ക് പ്രമേഹം വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ കാലഘട്ടം ഒരു 5 മുതൽ 6 വർഷം വരെ നമ്മൾ എത്രത്തോളം ഡയബറ്റീസ് നിയന്ത്രിക്കുന്നു അത്രത്തോളം നമുക്ക് കോംപ്ലിക്കേഷനെ നിയന്ത്രിക്കാം എന്നാണ് പഠനം തെളിയിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രമേഹം വരുന്ന ആദ്യ വർഷങ്ങളിൽ പ്രമേഹമല്ലേ, നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞാലൊന്നും മധുരമൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഡയറ്റിലൊന്നും കൺട്രോൾ ഇല്ലാതെ ആവരുത്. ഡയറ്റിൽ നല്ല കൺട്രോളോട് കൂടി തന്നെ എല്ലാ ശ്രദ്ധയോടെ നമ്മൾ ആദ്യത്തെ സുവർണ്ണ വർഷങ്ങൾ എങ്ങനെ ചിലവഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഭാവിയിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാറ്റി നിർത്താൻ കഴിയും. ഇനി ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാമിലി ഹിസ്റ്ററി, അൺഹെൽത്തി ഡയറ്റ്, സ്മോക്കിംഗ്, എക്സസീവ് വെയ്റ്റ്, പിന്നെ സെഡൻറ്ററി ഹാബിറ്റ്, നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതൊക്കെ ഈ ഒരു നിലയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ഇനി എങ്ങനെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം? പൊതുവെ നമ്മളെല്ലാവരും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നു, PPBS നോക്കുന്നു. ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ നോക്കുന്നതാണ്. അതുപോലെ PPBS ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം നോക്കുന്നതാണ്. എപ്പോഴും ഇപ്പം നമ്മുടെ ക്ലിനിക്കിലെത്തുന്ന പേഷ്യൻസ് ആണെങ്കിലും അവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിന് പോകുന്നതിൻ്റെ തലേന്നും അന്നും ഫുള്ള് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ കിട്ടുന്ന വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു PPBS ടെസ്റ്റിനേക്കാളും നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് GTT, ഗ്ലൂക്കോസ് ടോളറൻറ്റ് ടെസ്റ്റ്. 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ച് 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതാണ് GTT. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് HbA1c ടെസ്റ്റാണ്. അത് ബ്ലഡ് ടെസ്റ്റാണ്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 3 മാസത്തെ ആവറേജ് ഗ്ലൂക്കോസ് ലെവലാണ്. അത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
5.6 ആണ് നമ്മളെ നോർമൽ വാല്യൂ. അതിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റിക് ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് പ്രമേഹത്തെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി വെയ്റ്റ് റിഡക്ഷൻ. നമ്മൾ ഓരോരുത്തരും BMI അറിയണം. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അത് ഏകദേശം ഒരു 19 മുതൽ 21 ആയിക്കഴിഞ്ഞാൽ അത് നോർമലാണ്. 25-ന് മുകളിലായാൽ അത് ഓവർ വെയ്റ്റ് ആണ്. 30-ന് മുകളിലായാൽ അത് പൊണ്ണത്തടിയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. രണ്ടാമതായി കലോറി റെസ്ട്രിക്ഷൻ. ശരാശരി സ്ത്രീകളിൽ 1600 മുതൽ 2000 കലോറി വരെയാണ് ഒരു ദിവസം നമുക്ക് വേണ്ടത്. എന്നാൽ ജെൻസിലാണെങ്കിൽ 2200 മുതൽ 3000 കലോറി വരെ ആവശ്യമാണ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കലോറിയിൽ 500 കലോറി കുറയ്ക്കുകയും എന്നാൽ നമ്മൾ പുറത്തേക്ക് കളയുന്ന എനർജിയുടെ ലെവൽ കൂട്ടുകയും ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാർഗം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എങ്ങനെ കലോറി മനസ്സിലാക്കാം? 100 ഗ്രാം പച്ചക്കറിയിൽ 50 കലോറി അടങ്ങിയിരിക്കുന്നു. 100 ഗ്രാം ഫ്രൂട്ട്സിൽ 70 കലോറി അടങ്ങിയിരിക്കുന്നു. എന്നാൽ 100 ഗ്രാം അരിയിലോ 150 കലോറി അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് കുറക്കണമെന്ന് പറയുന്നത്. അരി ഭക്ഷണത്തിന് പകരം നമുക്ക് റാഗി, ഗോതമ്പ്, കിൻവ, ബാർലി പോലുള്ള ഭക്ഷണങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ മിതമായ അളവിൽ മാത്രം. അതുപോലെ തന്നെ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ഡയബറ്റിക് പ്ലേറ്റ് മെത്തേഡ്. നമ്മൾ കഴിക്കുന്ന ഒരു പ്ലേറ്റ് അത് 4 ഭാഗമായി ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പോർഷനിൽ ഒതുങ്ങിയതായിരിക്കണം ഈ അരി ഭക്ഷണം. അരി ആവട്ടെ ഗോതമ്പാവട്ടെ ഒക്കെ ഒരു പ്ലേറ്റിൻ്റെ 4-1 ഭാഗം. മറ്റൊരു ഭാഗം ഫ്രൂട്ട്സ്, ഒരു ഭാഗം വെജിറ്റബിൾസ്, മറ്റൊരു ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം. മുളപ്പിച്ച പയറാവാം, പുഴുങ്ങിയ കടലയാവാം, എഗ്ഗ് ആവാം, അതുപോലെ കറിയിലിട്ട മീനാവാം, ചിക്കനാവാം. ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു സമീകൃത ആഹാരം ഡയബറ്റിസിന് ഫോളോ ചെയ്യുന്നത് നമുക്ക് വളരെയേറെ ഗുണം ചെയ്യും. ഇനി പുറത്തേക്ക് കളയുന്ന എനർജി എങ്ങനെ കൂട്ടാം? നമ്മൾ പറഞ്ഞല്ലോ, ഇതിനാകെ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ എക്സസൈസ് കൂട്ടുക. ഡെയിലി ഒരു 30 to 40 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാം. എന്നാൽ ഒബീസായിട്ടുള്ള വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ ജമ്പിങ്, അതേപോലെ സ്റ്റെപ്പ് കൂടി കയറുക, ഇറങ്ങുക, അങ്ങനത്തെ എക്സസൈസ് ചെയ്യരുത്. അത് നമുക്ക് ബാക്ക് പെയിൻ, മുട്ടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതിന് പകരം നിരപ്പായ സ്ഥലങ്ങളുടെ ബ്രിസ്ക് വാക്കിംഗ് പോലുള്ള എക്സസൈസ് ചെയ്യാം. വൈറ്റമിൻ D3 കുറവുള്ള ആളുകൾക്കും ഇപ്പോൾ ഡയബറ്റീസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളവരോ അതിന് പ്രയാസം അനുഭവിക്കുന്നവരോ ഉണ്ടെങ്കിൽ വൈറ്റമിൻ D3യുടെ സപ്ലിമെൻറ്റ് തുടർച്ചയായിട്ട് കഴിക്കണമെന്ന് നല്ലതായിരിക്കും. ഇനി ശരിയായ ഉറക്കം. 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണം. ശരിയായ ഉറക്കം നമ്മളെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ക്ലിയർ ആക്കാൻ നമ്മളെ സഹായിക്കുന്നു. കൂടാതെ മാനസിക സമ്മർദ്ദം, നമ്മളെ സ്ട്രെസ്സ്, ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ ശ്രമിക്കുക. മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, യോഗ, പാട്ട് കേൾക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് കറക്റ്റ് ചെയ്യാനും പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ റെഗുലേറ്റ് ചെയ്യാനും കഴിയുന്ന ഒരുപാട് ഹോമിയോ മെഡിസിൻസ് ഉണ്ട്. അത് മേൽ പറഞ്ഞ പ്രോട്ടോക്കോളിൻ്റെ കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാം. അതുപോലെ തന്നെ പഴകിയ പ്രമേഹം, നമുക്ക് പാരമ്പര്യമായുള്ള പ്രമേഹത്തെ അതിൻ്റെ വലിയ കോംപ്ലിക്കേഷൻസ് വരാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഹോമിയോ മരുന്ന് സ്വീകരിക്കുന്ന വഴി അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും കഴിയുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിക്കുകയോ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.